Hi friends, welcome to Commerce Bytes. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ we have discussed deeply about pedagogy and andragogy. പെഡഗോഗിയുടെ തന്നെ നമ്മൾ 3 ടൈപ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ആൻഡ്രഗോഗി അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു ഫുൾ ഓൺ വീഡിയോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ് ആൻഡ് ഡു നോട്ട് മിസ് ദാറ്റ് വീഡിയോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു 4 ടോപ്പിക്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിച്ച് വാസ് ആസ്ക്ഡ് ഓൺ 29th September 2019. Okay, so please don't miss that video. Okay, so now let's begin with our new video. Okay, now let's start. ഇന്ന് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് നോക്കാം. ഓക്കെ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ ഇനേഷ്യ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചറൽ പ്ലൂറലിസം. ഓക്കെ, ഇത്ര ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ട്. നമ്മളിത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഈവൻ ദോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്ന കുറേ ഫാക്ടേഴ്സാണ്. അപ്പം മേ ബി ദിസ് ഇയർ ആ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, റൈറ്റ്? സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് കൾച്ചറൽ ലാഗ്. ആ ഒരു വേർഡിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഇസ് ദാറ്റ്. ലാഗ് അടിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇങ്ങനെ കുറേ നേരം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ലാഗാണ് എന്ന് വെച്ചാൽ ടൈം കുറേ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൾച്ചറൽ ലാഗ്. കൾച്ചർ ടേക്സ് ടൈം ടു ക്യാച്ച് അപ്പ് ഇന്നോവേഷൻ ആൻഡ് സോഷ്യൽ പ്രോബ്ലം കോസ്ഡ് ബൈ ദ ലാഗ്. ഈസി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, റൈറ്റ്? നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിന് ടൈം എടുക്കും. ഇന്നോവേഷൻസും സോഷ്യലി അവർ ആ ഒരു ഇന്നോവേഷൻസൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് ടൈം എടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ യു ഇസ് ദാറ്റ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുറേ ടൈം എടുത്താണ് നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, റൈറ്റ്? പതിയെ എല്ലാവരും മേടിക്കുന്നുണ്ടോ? ഈസ് ഇറ്റ് യൂസ്ഫുൾ? എനിക്കത് ഗുണം ചെയ്യുമോ എന്ന് യെസ് ഓർ നോ അങ്ങനെ കുറേ ചിന്തിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു മൊബൈൽ മേടിക്കുന്നത്. അതിൻ്റെ യൂസ് എല്ലാം മനസ്സിലാക്കി. കണ്ടോ, ആ ഒരു ടൈം എടുക്കുന്നതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇതിനേലും ഒരു ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ ഈ കൾച്ചറൽ ലാഗിന് ഇനി പറയാനില്ല. ഓക്കെ, സോ പ്ലീസ് ഡു നോട്ട് ഇൻ യുവർ നോട്ട്ബുക്ക് ദാറ്റ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു യൂസ് എ പെർട്ടിക്കുലർ തിങ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കൂ, ടെക്നോളജി ഇത്ര എൻഹാൻസ്ഡായി അല്ലെങ്കിൽ ഇത്ര എസ്റ്റാബ്ലിഷ്ഡായി, ഇത്ര വൈഡ് വെറൈറ്റി ഓഫ് ടെക്നോളജീസ് നമുക്ക് ഇന്നത്തെ വേൾഡിലുണ്ട്. അണ്ടർസ്റ്റുഡ്? സോ അത് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ, അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം പീരീഡിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കൾച്ചറൽ ഡിഫ്യൂഷൻ. ആ ഒരു വേർഡിൽ തന്നെയുണ്ട് കൾച്ചറൽ ഡിഫ്യൂഷൻ, അതായത് കൾച്ചറിൻ്റെ തന്നെ ഒരു ഡിഫ്യൂഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പ്രെഡിങ് കൾച്ചറൽ ട്രേറ്റ്സ് ഫ്രം വൺ റീജിയൻ ടു അനദർ. ഓക്കെ, അതിൽ ചിലപ്പോൾ സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ബിലീഫ്സ് ഉണ്ടാവും, സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യം നമ്മൾ വേറൊരു സ്ഥലത്ത് ചെയ്യുന്നു, അതിനെയാണ് മിക്സിങ് ദ വേൾഡ് കൾച്ചർ ത്രൂ ദ ഡിഫറെൻറ്റ് റിലീജിയൻ. അതിനൊരു എക്സാമ്പിൾ ഞാൻ ബെസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഡി ജെ പാർട്ടീസ് ശരിക്കും നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നാണോ? അല്ല, ഇറ്റ് വാസ് അബ്രോഡ്. അങ്ങനെയുള്ളിടത്താണ് ഈ കൂടുതലും ഡി ജെസ് കൂടുതൽ പോപ്പുലർ ആയിരുന്നത്, റൈറ്റ്? ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ വരെ ഈ ഡി ജെ പാർട്ടീസ്, ഡി ജെ നൈറ്റ്സ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. പണ്ട് ഇവിടെ മലയാളം മാത്രം സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ കുറച്ച് പഠിച്ചവർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അങ്ങനെ മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ നോക്കൂ, എല്ലാവരും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നു. ബെസ്റ്റായിട്ടുള്ള CBSE സ്കൂൾ, ഇപ്പോൾ ടോക്കച്ച്, ചോയ്സ് അതുപോലെയുള്ള കിഡിലൻ സ്കൂളുകളിൽ മാത്രം പഠിപ്പിക്കുകയുള്ളൂ. എത്ര ഫീസ്, അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. മനസ്സിലായോ? എല്ലാവർക്കും അവരുടെ കുട്ടികൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം, അതിലേക്ക് നല്ല നോളജ് ഉണ്ടാവണം, നല്ലൊരു നോളജബിളായിട്ടൊരു പേഴ്സൺ ആയിരിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ളത്. ഓക്കെ, സോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒരു കൾച്ചറൽ ഡിഫ്യൂഷനാണ്. അതുപോലെ തന്നെ പിസ്സ, ബർഗർ, മക്ഡൊണാൾഡ്സ്, പിന്നെ KFC, ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഇതെല്ലാം നമ്മളുടെ ഇവിടെ ഉണ്ടായതല്ലല്ലോ. ഇത് ഒരു കൾച്ചറൽ ഡിഫ്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ,
So the next one is cultural inertia, tendency for group of people cling to tradition and the way of thinking that they have outlived their usefulness. അതായത് ഇപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയുടെ ഫസ്റ്റ് പോർഷൻ അതിൽ സുരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് പ്രായമായ ഒരു അപ്പാപ്പൻ്റെ ഒരു റോളാണ് സുരാജിന് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു സുരാജ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഒരു അപ്പാപ്പന് വേറെ ട്രഡീഷൻസ് വിട്ടിട്ടുള്ളൊരു കളി ആൾക്കില്ല. സോ സുരാജ് ട്രഡീഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ചിട്ടകളും രീതികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. റൈറ്റ്, നിങ്ങളെല്ലാവരും ആ മൂവി കണ്ടതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളൊരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് നമുക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ മൈൻഡിലേക്ക് കയറും. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കൾച്ചറൽ ഇനേഷ്യ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഓക്കെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജിൻ്റെ ക്യാരക്ടർ അതാണ്. സോ എന്താണ് ആളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? ആൾ ട്രഡീഷൻ വിട്ടിട്ടുള്ള കളിയില്ല. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ട്രഡീഷൻ വിട്ടിട്ടുള്ള കളിയില്ല. ആൾക്ക് എന്താണ് ഇപ്പോൾ ചമ്മന്തി അരയ്ക്കണമെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കണം, മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല, അങ്ങനെ കുറേ ചിട്ടകളുണ്ട്. ഈ പണ്ടുള്ള അപ്പാപ്പന്മാരും അമ്മമ്മമാരും അവർക്കൊക്കെ കുറച്ച് ഇതുപോലെയുള്ള ചിട്ടകളും ട്രഡീഷൻസൊക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ കൾച്ചറൽ ഇനീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്ലിങ്ഡ് ടു ട്രഡീഷൻ. അവരതിൽ തന്നെ തൂങ്ങിക്കിടക്കുള്ളൂ, അവർ മുന്നോട്ട് വരില്ല. അത് അവരുടെ ഒരു പ്രോബ്ലമായിട്ടോ ഒരു കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ദേ ലിവ് ലൈക്ക് ദാറ്റ്. അവരങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, അവരത്ര ഏജ് ഉള്ളതാണ്. സോ അവരവരുടെ രീതിക്ക് തന്നെ പോയിക്കോട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മൂവി തന്നെ നിങ്ങളെടുത്തോ. ഓക്കെ, ഞാനിത് കണക്ട് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അവിടെ റോബോട്ടിനെ അവർ ഇറക്കി. അങ്ങനെ സുരാജും റോബോട്ടും തമ്മിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യം എന്തായി? സുരാജ് ആ ഒരു റോബോട്ടായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റായി. അങ്ങനെ ആൾ ടെക്നോളജിയായിട്ട് കൂടുതലെടുത്തു. അണ്ടർസ്റ്റുഡ്? സോ ഈ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ മൂവി നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ. അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ സുരാജ് ട്രഡീഷൻസ് കയ്യിൽ പിടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ഹാഫിൽ കൾച്ചറൽ ഇനീഷ്യ. ദ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഹീ ഹാവ് ഗോട്ട് ദ റോബോട്ട് അറ്റ് ദ ടൈം കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. Cultural transformation means that it is a shift taken place throughout the entire organization or an individual, change the heart, mind, skill of workforce to support desired culture. Okay, ആ ഒരു പുതിയ കൾച്ചറിലേക്ക് അവരുടെ ഹാർട്ട്സ്, മൈൻഡ്സ്, സ്കിൽസ് ആ ഒരു എല്ലാം കൊണ്ടും അവർ ആ ഒരു കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്. ലൈക്ക് വൈസ് വാട്ട് ഹാപ്പൻ ഇൻ ദാറ്റ് മൂവി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. I think you got my point, right? So first half ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ കൾച്ചറൽ ഇനേഷ്യ, ദ സെക്കൻഡ് ഹാഫിൽ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. അതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇത്ര മൂവി റിലേറ്റഡ് ആയിട്ടും റിയൽ ലൈഫ് സിറ്റുവേഷൻ റിലേറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലിരിക്കണം, നിങ്ങൾക്കത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിയുടെ മീനിങ് നമുക്കറിയാം, കൾച്ചറലിൻ്റെ മീനിങ് നമുക്കറിയാം. സോ കൾച്ചറൽ പ്ലസ് ഡൈവേഴ്സിറ്റി, ദാറ്റ് ഈസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, വിച്ച് മീൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് വെറൈറ്റി ഓഫ് കൾച്ചർ വിതിൻ ദ സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയിൽ തന്നെ പല വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ഫോളോ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇറ്റ് ഈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, the next one is cultural pluralism. This is the last topic of cultures. So
Cultural pluralism is a term used when smaller group within a large society maintain their unique cultural identities whereby their values and practices are accepted by the dominant culture provided, such as consistent with laws and values of the wider society. Okay, അതായത് സ്മോളർ ഗ്രൂപ്പ്സ് വിതിൻ ദ ലാർജർ സൊസൈറ്റി അവരുടെ കുറച്ച് യുണീക്കായിട്ടുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റീസ്, അവരുടെ വാല്യൂസ് പ്രാക്ടീസസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത ആ ഒരു ഡോമിനൻ്റ് കൾച്ചർ, അവർ ആ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ആ കൾച്ചറൽ പ്ലൂറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so I hope you people got my point. Once again, let me explain. Cultural pluralism is a term used when smaller groups within a larger society, ഒരു ലാർജർ സൊസൈറ്റി ഉണ്ടാവും, അതിലുണ്ടാവുന്ന ഓരോ സ്മോൾ ഗ്രൂപ്പ്, ഓക്കെ, ആ ഓരോ സ്മോൾ ഗ്രൂപ്പിനും അവരുടേതായ കുറച്ച് യൂണീക്കായിട്ടുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ഉണ്ടാവും, വേർ ബൈ their values and practices are accepted by the dominant culture. ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള കൾച്ചർ ആക്സെപ്റ്റബിൾ ആണ്, പ്രൊവൈഡഡ് ആസ് സച്ച് consistent with the laws and values of the wider society. Cultural lag, cultural diffusion, cultural inertia, cultural transformation, cultural diversity and cultural pluralism. All total 6 topics ഞാനിപ്പോൾ കവർ ചെയ്തു. I hope you people all got my point. So let's see in the next video. Till then, work hard and study well. That's all. Thank you.